നമുക്കറിയാം 6 മാസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റ് സാമഗ്രികളുമായിട്ടാണ് 100 കണക്കിന് ട്രാക്ടറുകളിൽ കർഷകരെ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്നത്. ആ മാർച്ച് ഡൽഹിയിലെത്തിയാൽ തീർച്ചയായും ഈ രാജ്യത്തെ ഒരു കർഷക പ്രക്ഷോഭം കർഷകർ പറയുന്നത് അനുസരിക്കേണ്ടി വരുമെന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം ഈ സമരത്തിലുണ്ടാകുമെന്ന തിരിച്ചറിവാണ് മോദിയും അമിത്ഷായും ഉൾപ്പെടുന്ന കേന്ദ്ര സർക്കാർ ഹരിയാനയിലെ BJP സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് അതിക്രൂരമായ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടുകൊണ്ട് ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യുന്ന കർഷകർക്ക് നേരെ തുടർച്ചയായി തുടരെ കണ്ണീർവാതക ചെല്ലുകൾ പ്രയോഗിച്ചുകൊണ്ട് ആ സമരത്തെ എങ്ങനെയും അടിച്ചമർത്തണം എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോവുകയാണ്. പക്ഷെ കർഷകർ തളരുന്നതായി കാണുന്നില്ല. കർഷകർ ഓരോ അടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാമന്റെ പേരിൽ ഇന്ത്യയെ ഏകോപിക്കാമെന്ന് വിചാരിച്ചു. ഭരണഘടന അട്ടിമറിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണത്തിൽ തുടരാമെന്ന് വിചാരിച്ചു. ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടും ഈ രാജ്യത്തെ തുടരാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ രാമനായാലും നബിയായാലും ക്രിസ്തുവായാലും കർഷക മനസ്സുകളിൽ ഒരേ ജാതിയാണ്, ഒരേ മതമാണ്, ഒരേ വിശ്വാസമാണ്. അത് കർഷക മതമാണ് എന്നുള്ളത് കൊണ്ട്, കർഷകന്റെ കാര്യത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണ് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് PJ ജോസഫ് സാർ നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടി ഈ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൊടുപുഴയിൽ ഇതുപോലെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി രംഗത്ത് വന്നിട്ടുള്ളത്. കർഷകന്റെ കാര്യത്തിൽ രാഷ്ട്രീയമില്ല, മതമില്ല, ദൈവമില്ല. അത് ഭരണഘടനയ്ക്കനുസൃതമായ കർഷകന്റെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നുള്ള നിശ്ചയദാർഢ്യത്തിൽ ഉറച്ചുകൊണ്ടുള്ള സമരമാണ്. ആ സമരം വിജയിക്കുമെന്നുള്ളത് കണ്ടപ്പോഴാണ് കഴിഞ്ഞ കർഷക സമരത്തിൽ കുറേയേറെ വാഗ്ദാനങ്ങൾ ചൊരിഞ്ഞു. ആ വാഗ്ദാനങ്ങൾ ഒന്നും നിറവേറ്റാതെയാണ് BJP സർക്കാർ ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് മുമ്പോട്ട് പോകുന്നത്. ആ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പാക്കണമെന്നതാണ് ഈ കർഷക പ്രക്ഷോഭത്തിന്റെ കാതലായ ആവശ്യമെന്നുള്ളത് കൊണ്ട് ആ സമരത്തോടൊപ്പം കേരള കോൺഗ്രസ് പാർട്ടിയും പോഷക സംഘടനകളും യോജിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളും കർഷകരും ഈ കേരള സംസ്ഥാനവും ഒന്നടങ്കം പിന്തുണയ്ക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തകരെയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട്